വളരെയധികം വേദനിപ്പിക്കുന്ന ഒരു വാർത്തയിലേക്കാണ് നിങ്ങളുടെ ശ്രദ്ധ ക്ഷണിക്കുന്നുള്ളത്. എത്രത്തോളം എന്ന് വെച്ചു കഴിഞ്ഞാൽ ഇതിൽ ഇരയാക്കപ്പെട്ട ആളുകളുടെ കുടുംബങ്ങൾക്ക് എത്രത്തോളം വേദന ഉണ്ടാകുമോ അത്രത്തോളം വേദന ഞങ്ങൾക്കുമുണ്ട്. കാരണം ഈ വാർത്ത വല്ലാത്തൊരവസ്ഥയിലാണ് ഞങ്ങൾ നിങ്ങൾക്ക് മുന്നിൽ എത്തിക്കുന്നുള്ളത്. 13 പേരെയാണ് കോട്ടയത്ത് ഉരുൾപൊട്ടലിൽ കാണാതായിരിക്കുന്നത്. ഇതിൽ 4 പേരുടെ മൃതദേഹങ്ങൾ കിട്ടിയിട്ടുണ്ട് എന്നുള്ള റിപ്പോർട്ടുകൾ പുറത്തു വരുന്നുണ്ട്. കോട്ടയത്തെ വിവിധ ഇടങ്ങളിൽ നിന്ന് ലഭിക്കുന്ന റിപ്പോർട്ടുകളൊക്കെ ഭീതിയുടെ റിപ്പോർട്ടുകളാണ്. അതായത് വല്ലാത്ത രീതിയിൽ നമ്മളെ ഭയപ്പെടുത്തുന്ന വിവരങ്ങൾ തന്നെയാണ് കോട്ടയത്തിന്റെ പല മേഖലകളിൽ നിന്ന് ഈ മണിക്കൂറിൽ ഞങ്ങൾക്ക് ലഭിക്കുന്നുള്ളത്. 4ഓളം മൃതദേഹങ്ങൾ കിട്ടി എന്നുള്ളതും മാത്രമല്ല, അതിനേക്കാൾ ഏറെ വിഷമിപ്പിക്കുന്നത് ഒരു കുടുംബത്തിലെ 6 പേരെ ഉരുൾപൊട്ടലിൽ കാണാതായിരിക്കുന്നു. ഇതിൽ 3 പേരുടെ മൃതദേഹങ്ങളാണ് ഈ 4 മൃതദേഹങ്ങളിൽ 3 മൃതദേഹങ്ങൾ എന്നുള്ളത് എടുത്തു പറയേണ്ട ഒരു കാര്യമാണ്. ആ കുടുംബത്തിന്റെ അവസ്ഥ എത്രത്തോളം വേദനാജനകമായിട്ടുള്ള ഒരവസ്ഥയായിരിക്കും എന്നുള്ളത് നിങ്ങൾ ആലോചിക്കേണ്ട കാര്യമാണ്. അതായത് ഉരുൾപൊട്ടി വീടിന് മുകളിലേക്ക് മണ്ണൊക്കെ ഇടിഞ്ഞു വീഴുകയായിരുന്നു. ഇതിനിടയിൽ കുടുംബങ്ങൾ പെട്ടിട്ടുണ്ട്. ഒരുപാട് കുടുംബങ്ങൾ ഇതിനകത്തുണ്ട് എന്നാണ് നമുക്കിപ്പോൾ ലഭിക്കുന്ന വിവരങ്ങൾ. മറ്റു ചിലർ പറയുന്നത് ഉരുൾപൊട്ടി മണ്ണ് ഒലിച്ചു പോയപ്പോൾ അതിന്റെ കൂടെ ചിലപ്പോൾ ഇവരും ഒലിച്ചു പോയിട്ടുണ്ടാകാം. അങ്ങനെയുള്ള വേദനിപ്പിക്കുന്ന വാർത്തകളാണ് ഇപ്പോൾ ലഭിക്കുന്നുള്ളത്. അതുപോലെ തന്നെ പാല, പൂഞ്ഞാർ പോലെയുള്ള പ്രദേശങ്ങളിലൊക്കെ വെള്ളം കയറിയതായിട്ടുള്ള റിപ്പോർട്ടുകൾ വരുന്നു. കേരളത്തിൽ 5 ഇടങ്ങളിൽ റെഡ് അലേർട്ട് പ്രഖ്യാപിച്ചിരിക്കുകയാണ്. തൃശൂർ, പത്തനംതിട്ട, എറണാകുളം, കോട്ടയം, ഇടുക്കി എന്നീ 5 ജില്ലകളിലാണ് നിലവിൽ റെഡ് അലേർട്ട് പ്രഖ്യാപിച്ചിട്ടുള്ളത്. ഈ റെഡ് അലേർട്ട് നമ്മൾ വളരെ ഗുരുതരമായി കാണേണ്ട ഒരു വിഷയം തന്നെയാണ്. നമ്മൾ ആരും അതിനെ സിമ്പിളായി കാണരുത്. ജാഗ്രതാ നിർദ്ദേശത്തിന്റെ ഭാഗമാണ് ഈ റെഡ് അലേർട്ട്. ഇങ്ങനെയുള്ള റെഡ് അലേർട്ട് വരുമ്പോൾ മലയോര മേഖലകളിലേക്ക് വാഹനങ്ങളിലുള്ള യാത്രകൾ, അല്ലാതെയുള്ള യാത്രകൾ ഇതൊക്കെ ഒഴിവാക്കുക എന്നാണ് ഞങ്ങൾക്ക് പറയാനുള്ളത്. കാരണം ഇത് വലിയ ഗുരുതരമായിട്ട് നമ്മൾ കാണേണ്ട വിഷയമാണ്. ഉരുൾപൊട്ടുന്നത് നമ്മളോട് പറഞ്ഞിട്ടല്ല പൊട്ടുന്നത്. അത് ഒരു അസ്വാഭാവിക നിമിഷത്തിൽ സംഭവിച്ചു പോകുന്ന ഒരു കാര്യമാണ്. നമ്മളൊന്നും പ്രതീക്ഷിക്കാതെ ഉരുൾപൊട്ടുകയാണ്. അപ്പോൾ ഈ ഉരുൾപൊട്ടലിനെ മാനിച്ചുകൊണ്ട് റെഡ് അലേർട്ട് ചില ജില്ലകളിൽ പ്രഖ്യാപിക്കുമ്പോൾ ആ പ്രഖ്യാപനം നമ്മൾ ഗൗരവമായി കാണേണ്ടതുണ്ട്. കോട്ടയത്തെ ഒരു കുടുംബത്തിൽ നിന്ന് 6 പേരെയാണ് നിലവിൽ നഷ്ടപ്പെട്ടിട്ടുള്ളത്, കാണാതായിട്ടുള്ളത്. ആ 6 പേരിൽ 3 പേരുടെ മൃതദേഹങ്ങൾ കിട്ടി എന്ന് സ്ഥിരീകരിക്കാത്ത റിപ്പോർട്ടുകൾ നമുക്കിപ്പോൾ ലഭിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. എന്തായാലും വല്ലാതെ വേദനിപ്പിക്കുന്ന വാർത്ത തന്നെയാണ്. പലയിടങ്ങളിലും വെള്ളം കയറിയിരിക്കുകയാണ്. പലയിടങ്ങളിലെയും അവസ്ഥ ഗുരുതരമായിട്ടുള്ള സാഹചര്യമാണ്. എന്നാൽ വടക്കോട്ടേക്ക് വരുമ്പോൾ ഇത്തരത്തിലുള്ള പ്രശ്നങ്ങളൊന്നും കാണാൻ വേണ്ടിയിട്ട് സാധിക്കുന്നില്ല. തെക്കോട്ടേക്ക് ഈ വലിയ രീതിയിൽ ഇത് വ്യാപിച്ചതായിട്ടുള്ള റിപ്പോർട്ടുകളും കാണാൻ വേണ്ടിയിട്ട് സാധിക്കുന്നുണ്ട്. എന്നാൽ പ്രളയം തള്ളുന്ന രീതിയിലുള്ള വാർത്തകൾ മന്ത്രിമാരിൽ നിന്ന് വാർത്താ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുമ്പോൾ കോട്ടയം, ഇടുക്കി, പത്തനംതിട്ട, എറണാകുളം, തൃശൂർ എന്നീ ജില്ലകളിലെ അവസ്ഥ നിലവിൽ ലഭിക്കുന്ന റിപ്പോർട്ടുകൾ പ്രകാരം പറഞ്ഞു കഴിഞ്ഞാൽ ഇത്തിരി ഖേദമുണ്ടാക്കുന്ന, വളരെയധികം വേദനിപ്പിക്കുന്ന ഒരവസ്ഥ തന്നെയാണ് അവിടെയുള്ളത്. എന്തായാലും പുതിയ വിവരങ്ങളുമായി, കൂടുതൽ വിവരങ്ങളുമായി ഉടൻ നിങ്ങളിലേക്ക് എത്തിച്ചേരും. ന്യൂസ് ഡെസ്ക് പബ്ലിക് കേരള.